കമ്പനിയുടെ എല്ലാ പ്രോഡക്റ്റുകളും മോശമല്ല, എന്നാൽ എല്ലാ പ്രോഡക്റ്റുകളും നല്ലതല്ല. അത് ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന സീമെൻസ് ആയിക്കോട്ടെ, ABB ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈവൻ ഡെൽറ്റ ആയിക്കോട്ടെ. ഡെൽറ്റയുടെ ഒരു VFD ഇതാണ്. നമ്മൾ നേരത്തെ ഒരു VFDയുടെ അവസ്ഥ കണ്ടതാണ്. ഇതിപ്പോൾ ഡെൽറ്റയുടെ MS300 എന്നുള്ളൊരു VFD ആണ്. അപ്പം ഈ VFDയുടെ ഒരു കാര്യം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം ഞാൻ അഴിച്ചപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബോർഡ് തന്നെയായിട്ട് തോന്നി. കാരണം നമ്മുടെ എസ്കാവയുടെ ഒരു ബോർഡുമായിട്ട് ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട്. കണ്ടോ, എസ്കാവയുടെ ബോർഡ് ഇതാണ്. ഇതുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. കമ്പോണൻസ് എല്ലാം അത്യാവശ്യം ഒറിജിനൽ നല്ല കമ്പോണൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന IGBT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻ ടൈപ്പാണ്. അതായത് നമുക്ക് സോൾഡറിങ് ഇല്ല, ജസ്റ്റ് കുത്തിയെടുത്ത് ഊരി എടുക്കാം. ആ ടൈപ്പൊക്കെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒപ്റ്റോകപ്ലറാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ സംഭവങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡെൽറ്റയുടെ ഹൈ റേറ്റിംഗ് ആയുള്ള VFDയുടെ ക്വാളിറ്റി നമ്മൾ കണ്ടതാണ് പല ബോർഡിൻ്റെയും. പക്ഷേ ഇതിൽ എങ്ങനെയാണ് ഇത്ര ക്വാളിറ്റി ആയിട്ട് അവർ ചെയ്തത്? അതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ. ഏതൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിട്ട് ഏത് പ്രോഡക്റ്റാണോ പോകുന്നത് അതിലായിരിക്കും അവർ കൂടുതലും ഇൻവെൻഷൻസ് അല്ലെങ്കിൽ കൂടുതൽ ആറാണ്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടത്തുക. ഇപ്പം ഇതിലെന്ന് പറഞ്ഞാൽ ഡെൽറ്റയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ അവരുടെ പോവുക ചെറിയ ഡ്രൈവുകളാണ്, ചെറിയ റേറ്റഡ് ഡ്രൈവുകളാണ്. അതുകൊണ്ടാണ് ഡെൽറ്റയുടെ ഡ്രൈവുകൾക്കാണെങ്കിലും ചെറിയ റേറ്റഡ് ഡ്രൈവുകൾക്ക് പ്രൈസ് കുറവ്, വലിയ റേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവുകൾക്കൊന്നും വലിയ പ്രൈസ് കുറവില്ല. പക്ഷേ എന്നാൽ അത്ര ക്വാളിറ്റിയും ഇല്ല. ചെറിയ ഡ്രൈവുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് യൂണിറ്റുകൾ പോകുന്നുണ്ട്. അവരെന്തെങ്കിലും തരത്തിലുള്ള ഫോൾട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് മാറ്റാൻ നോക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബോർഡിന് അല്ലെങ്കിൽ ഈ ഒരു ഇതിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റി. അതുപോലെ തന്നെയുള്ളൊരു ഡെൽറ്റയുടെ ഈ ഡ്രൈവും നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവുകളാണ്.